72 മണിക്കൂറായി ഇതാ ഈ ഒരു സാധനത്തിൻ്റെ പണ്ട് ഞാൻ നടക്കണത്. ഇന്നൊക്കെ 3 ദിവസമായി ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണത്. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചു, എന്താ വീഡിയോ ഇടാത്ത, ലോങ് വീഡിയോ എന്താ ഇടാത്ത, കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റെഡി ആകുമോ ഇല്ലേന്നൊന്നും അറിയില്ല. ഏതായാലും ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാക്കണം. 3 ദിവസം മുന്നത്തെ വീഡിയോസാണ് കേട്ടോ. വീഡിയോ എടുക്കാനും കഴിഞ്ഞിട്ടില്ല, അപ്ലോഡ് ആക്കാനും കഴിഞ്ഞിട്ടില്ല, ഒന്നിനും കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഫോൺ ഇങ്ങനെ ചത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. കുറേ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു, കുറേ ഫോട്ടോസ് ഞാൻ ഡിലീറ്റ് ആക്കി, കുറേ ആപ്പുകൾ ഡിലീറ്റ് ആക്കി. പിന്നെ നമ്മൾ ഗെയിമും കാര്യങ്ങളും ഇല്ല, സിനിമ ഒന്നും കയറ്റില്ല കേട്ടോ. ഒരുമാതിരി ഒരു ഫോണായിപ്പോയി. ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ വീഡിയോ ഇടാത്തത്. തുടക്കത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ നല്ല ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്ന കുടുംബായ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ ഇതാക്കണം. നേരത്തെ കാലത്ത് ഇതാക്കണം നീച്ചിട്ട് തലവേദനയും കൊണ്ടിട്ടാണ് കേട്ടോ നീച്ച് വന്നത്. അല്ലെങ്കിലും ഈ ഒരു മാസം നമുക്ക് തലവേദന, കാൽവേദന, ഊരവേദന, കൈവേദന ഇല്ലെങ്കിൽ ഒരു കുഴപ്പമാണല്ലോ അല്ലേ. അതുകൊണ്ട് ഇതാക്കണം നല്ല ഉഷാറായിട്ട് തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വരേണ്ടിയവരൊക്കെ വന്നാൽ തന്നെ ഒരു സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ തലവേദന കേട്ടോ. രാവിലെ നീച്ചപ്പോൾ തന്നെ അടിപൊളിയായിട്ടൊരു വേദന ഉണ്ട്. അപ്പോൾ ഇന്ന് ഒരു മടിയോട് കൂടിയാണ് നീച്ചത്. നീക്കണ്ടേ വിചാരിച്ചിട്ടൊക്കെയാണ് നീച്ചത്. പക്ഷെ നീക്കാതെ വന്നാൽ റെഡി ആവില്ലല്ലോ. കുറേ പരിപാടികൾ എനിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഒഴിവ്. പക്ഷേ എല്ലാവർക്കും ബിസി ഉള്ള ആൾക്കാരാണ്. സ്കൂൾക്ക് പോകണം, പണിക്ക് പോകണം, അങ്ങനെ ഉഷാറും പരിപാടിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ കടന്നിട്ട് കാര്യമല്ല. അപ്പം അങ്ങനെ തല പൊന്തിച്ച് വേഗം നീച്ച് വന്നിട്ട് ചോറിനുള്ള വെള്ളം വെച്ചു, അരി ഇട്ടു. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ ഒരു അപ്പം ചൂടട്ടെ എന്ന് വിചാരിച്ചു. തേങ്ങയൊക്കെ ചിരകിയിട്ട് മധുരക്കുള്ള ഒരു മധുരപ്പാണ് ചൂടുന്നത്. തേങ്ങ അപ്പം ഒരു കുറച്ച് കട്ടിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അപ്പം ചൂടാന്നാണ് വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ മുതലാവില്ല. നമുക്ക് നല്ല തലവേദന ഉണ്ട്, നല്ല ഉഷാറായിട്ടുള്ള തലവേദന ഉണ്ട്. അപ്പം ഇതിപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് മാറും, അത്രയേ ഉള്ളൂ. ആ ഒരു വേദനയാണ് ഇപ്പോൾ വന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങാപ്പം ചൂടട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മധുരം ഉണ്ട് കേട്ടോ. ഒരിത്തിരി മധുരം ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങയും ഗോതമ്പൊടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു അപ്പം ഉണ്ടാക്കട്ടെ. രാവിലെ അതൊക്കെ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് തീരെ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സുഖമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയേ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ സ്കൂൾക്ക് ഇതാക്കണ ശോകമായിട്ട് തന്നെയാണ് ഓളും കൊണ്ടുപോയിട്ടുള്ള ചോറ് ഇതാക്കി ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചമ്മന്തി അരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ തൽക്കാലം ഇത് മതി എന്ന് വിചാരിച്ചു. ചമ്മന്തി ആകുമ്പോൾ ഉഷാറാണ്, ഓള് ചോറ് അടിപൊളിയായിട്ട് തിന്നോളും. അപ്പോൾ ചമ്മന്തി തേങ്ങയും ഇഞ്ചിയും അതേപോലെ ഇത്തിരി പുളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ചമ്മന്തി അരച്ചു കൊടുത്ത് ഇനി ഒന്ന് മുങ്ങി കുളിച്ച് വരണം. എന്നാലാണ് ഈ ഒരു തലവേദനക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ചൂട് എണ്ണയൊക്കെ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ഇത്തിരി ചൂടാക്കിയിട്ട് അതൊന്ന് തലയിൽ നല്ല ഉഷാറായിട്ടാണ് തേച്ച് പിടിപ്പിച്ചിട്ട് മുങ്ങി കുളിച്ചിട്ടാണ് വരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ മുറ്റടിച്ച് വരാണ്ടേന്നുണ്ട്. അപ്പോൾ ഇനി തലയൊക്കെ ചീകി വെച്ചിട്ട് മുറ്റടിച്ച് വരാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ അതിന് മക്കളൊക്കെ നീച്ച് വന്ന് ഓല പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാവർക്കും ഇതാക്കണം നേരത്തെ കാലത്ത് പോകുമൊന്നും വേണ്ട. ഒരാൾക്ക് 8 മണിക്ക്, ഒരാൾക്ക് 9 മണിക്ക്, മൂപ്പരാണെങ്കിൽ 7 മണിക്കേ പോകും. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളെ ടൈം ടേബിൾ ഉള്ളത്. അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് നീങ്ങുകയാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനെനിക്ക് സുഖമില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കിടക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ മുടി ചീകിയിട്ട് കേട്ടോ. 2-3-4 ദിവസമായിട്ട് തലവേദന ആയിട്ട് നമുക്ക് ചീർപ്പം തൊടിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു തലയിൽ. അപ്പോൾ ഭയങ്കരമായിട്ട് വേദനയും കാര്യങ്ങളും കെട്ട് കുടുങ്ങിയിട്ട് അകപ്പാടെ ഇന്നിപ്പം ഈ പൊതുവെ ഈ ഒരു മഞ്ഞുകാലത്ത് മുടീനെ എങ്ങനെ ശ്രദ്ധിച്ചിട്ടും കാര്യമല്ല, അതിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ നിൽക്കും. അപ്പോൾ ഞാൻ കുറച്ച് ചൂടില്ല, നല്ല ചൂടില്ലല്ല, മെല്ലെ ഒരു മീഡിയം ചൂടില്ല വെളിച്ചെണ്ണയൊക്കെ തലയിൽ ഉടിപ്പിച്ചാണ്ട് വേഗം പുഴയെ പോട്ടെ എന്ന് വിചാരിച്ച്. ഇവിടുന്ന് കുളിച്ചാലും ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പുഴയെ പൊങ്ങി നല്ല പോലെ ഒന്ന് മുങ്ങി അണ്ട് കുളിച്ചാലാണ് ആ ഒരു വൃത്തിയാകുള്ളൂ. അങ്ങനെ ഞാനതങ്ങനെ പുഴയേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതിന് മറ്റോളം നീച്ച് ഓളോട് വേഗം മുറ്റൊക്കെ അടിച്ച് വരാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് വന്നാലേ അപ്പം ഇനിയൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തർ ഇതാക്കണം നീച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഓലക്കൊക്കെ നേരെ ആകണല്ലേ ഉള്ളൂ. നമ്മളെ സമയം എപ്പോഴോ ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ഓല പണി എടുക്കട്ടെ, ഞാൻ എൻ്റെ പണി എടുക്കട്ടെ. ഇപ്പോൾ റബ്ബറിലൊക്കെ വെട്ടുകാരൊക്കെ ഉണ്ട്, അവിടെ നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ക്യാമറ ഓഫാക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ പോക്ക് പോയത്. നമ്മളാ ഗ്രില്ലുമ്മ കുത്തിച്ചാരി വെച്ചതായിരുന്നു ഫോണ്. അങ്ങനെ കുളിയും തിരുമ്പലും തേവാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് തിരിച്ച് വന്നിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് കയ്യോടൊക്കെ തന്നെ ഉണക്കിയിട്ടില്ലെങ്കിൽ ആകെപ്പാടെ ഒരു രൂക്ഷമാകുക എന്താവും ഇതിൽ. അങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ വിങ്ങി നിൽക്കുമ്പോൾ ഒരുമാതിരി സ്മെല്ലാവും കേട്ടോ. അതുകൊണ്ട് അപ്പം ആ ഒരു കയ്യോടൊക്കെ തന്നെ അത് തോരയിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. അങ്ങനെ ആ ഒരു കയ്യോടൊക്കെയാണ് തോരയിടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഈ ഒരു അയൽ നിറച്ച് എന്നും നമുക്ക് തിരുമ്പാൻ ഉണ്ടായാലുണ്ട് കേട്ടോ. എന്നും പറഞ്ഞാൽ എന്നും ഉണ്ടായാലുണ്ട്.
പുഴയ്ക്ക് പോകുക ആയതുകൊണ്ട് തന്നെ വലിയ ഭാരം തോന്നലില്ല കേട്ടോ. ഈ ഒരു ബക്കറ്റ് എന്നും തിരുമ്മി കൊണ്ടുവരുന്നതുകൊണ്ട് വലിയ വിഷയമല്ല. പിന്നെ പുഴയിലല്ലല്ലോ പോണത്. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുങ്ങി കുളിച്ചൊക്കെ വരുമ്പോഴത്തേന് നല്ല രസമാകും. അതുകൊണ്ട് അങ്ങനെ തിരുമ്പണതൊന്നും അറിയില്ല. തിരുമ്പടവും കൊലുമ്പടവും കുളിക്കണമൊന്നും വലിയ അറിവൊന്നും ഉണ്ടാവില്ല. വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഗോസിപ്പൊക്കെ പറഞ്ഞിട്ടല്ല നമ്മൾ പുഴയത്തെ കുളി അങ്ങോട്ട് റെഡിയാക്കുക അപ്പോഴാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ തിരുമ്പലും കുളിയൊക്കെ കഴിയും. പിന്നെ അങ്ങനെ നടന്നു പോരുമ്പോഴും അതും കൂടി പറഞ്ഞാൽ ഒരു സമാധാനമാണ്. പിന്നെ വീട്ടിലെത്തിയതൊക്കെ ജയിലിലിട്ട പോലെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്, വേറെ എവിടേക്കും പോകണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത് മാക്സിമം നമ്മൾ പുഴയിലൊക്കെ പോകുമ്പോഴാണ് വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ. അപ്പോൾ അതാണ് കഴിഞ്ഞ് രാവിലെ ഈ ഒരു കുളിയാണ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് വേഗം ഇവിടുത്തെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ ഇട്ട് എറിഞ്ഞാണ്ട് പുഴയ്ക്ക് ഓടുന്നത്. അപ്പോൾ പുഴയിൽ നിന്നാണ് കുളിച്ച് വന്നാലൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് അങ്ങനെ വേഗം ഓടിപ്പോയി അവിടെ നിന്ന് കുളിച്ച് വരുന്നത്. അപ്പോൾ ഒരു രസമാണ് കേട്ടോ. നമ്മളെ പുഴ എന്ന് പറയുന്നത് വേറൊരു രസമാണ്. അപ്പോൾ ഞാൻ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ചായ കുടിച്ചപ്പോഴാണ് അപ്പുറത്തെ റോഡിൻ്റെ ആ സൈഡിലൊരു വെള്ളപ്പൊതുപ്പ് കണ്ടോ, അത് നമ്മളെ പൂച്ചതാക്കണം നല്ല ഉഷാറായിട്ട് വെയിൽ കൊള്ളുക കേട്ടോ. നല്ല പനി ഉണ്ടെന്ന് തോന്നുന്നു ആശാന്. അപ്പോൾ വെയിൽ കൊള്ളുന്ന പരിപാടിയാണ്. അപ്പോൾ വെയിൽ കൊള്ളട്ടല്ലേ, ഇപ്പം നല്ല തണുപ്പും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ വെയിൽ കൊള്ളട്ടെ അടിപൊളിയായിട്ട്. അപ്പോൾ ആരോ ആയിക്കോട്ടെ നടന്നു പോയപ്പം നോക്കുകയാണ്, തല പൊന്തിച്ച് ഇങ്ങനെ നോക്കുകയാണ് എന്നെ ചവിട്ടോ എന്നുള്ളതിൽ. മൂപ്പര് അവിടെ തന്നെ കിടക്കുകയാണ്, അവിടെ കടന്നോട്ടല്ലേ. ചായ കുടിയാണ് കഴിഞ്ഞാൽ പിന്നെ ഒരു പേപ്പറിൽ നോക്കൽ നല്ല ഉഷാറായിട്ട് വേണം കേട്ടോ. അപ്പോൾ ചൂടുള്ള വാർത്തകൾ ചൂടാറുന്നതിന് മുന്നേ ഒന്ന് വായിച്ച് തീർക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ പേപ്പറിലത്തെ ചൂടുള്ള വാർത്ത ഇതാക്കണം. ആ ഒരു 19 വയസ്സുകാരി മരിച്ച ആ ഒരു സംഭവം കേട്ടോ. ഒരു കളറിൻ്റെ പേരിലാണ് ആ ഭർത്താവ് അങ്ങനെയൊക്കെ അതിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയണത്. ഏതായാലും ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാർ ഇതാ ഇപ്പോഴും ഉണ്ടല്ലേ. ജാതി, വർണ്ണം, അതേപോലെ തന്നെ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തുന്ന ഒരു ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും ഓൾക്ക് കണ്ണിൽ തിമിരാണ്. സത്യം പറഞ്ഞത് അതാണ് കേട്ടോ. അപ്പം ഞാനും തന്നെ ഇതാ ഈ കയ്യിൽ കാണുന്ന കളറൊക്കെ തന്നെ ഉള്ളൂ, വലിയ കളറൊന്നും ഇല്ല കേട്ടോ. ഒരാളെ കളറ് നോക്കിയിട്ടും അല്ലാതെ ഇയാളെ ചേലും കൊലം നോക്കിയിട്ടൊന്നും അല്ലല്ലോ അപ്പം നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത്. അയാളെ ഒരു സ്വഭാവം അത്രയും നോക്കിയാൽ പോരെ അപ്പം നമുക്ക്. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഇത്രയേ പറയാനുള്ളൂ. ഇപ്പോഴും ആ ആൾക്കാർക്ക് ഇങ്ങനെ തന്നെയാണ്, മാറ്റങ്ങളൊന്നും വലിയതായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. കാലം ചെല്ലും തോറും ഇതാക്കണേ വേഷവിധാനത്തിൽ മാറ്റം ഉണ്ടെന്നല്ലാതെ ഒരു മനസ്സിന് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. ആ ചിന്താഗതിക്കും കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ട് നിന്നപ്പോൾ ബാക്കണ വേറൊരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താ സംഗതി ചോദിച്ചത്, തലേന്ന് ഈ ഒരു വീഡിയോ എടുക്കണതിൻ്റെ തലേന്ന് എടുത്ത് വെച്ച കുറച്ച് വീഡിയോസാണ്. ഇതൊക്കെ ഇങ്ങനെ ഇതിൽ ഒപ്പത്തിനൊപ്പം കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് വീഡിയോ എടുത്ത് വെച്ചത്. പക്ഷേ അപ്പോൾ നമ്മൾ ഫോൺ ഇങ്ങനെ പണി തരും നമുക്ക് അറിയില്ലെന്നല്ലോ. ഇതിപ്പോൾ അനിയത്തിൻ്റെ ശീലയാട്ടോ, ഓൾ കൊണ്ടുവന്ന ശീലയാണ്. നമുക്ക് ഞായറാഴ്ച കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ധാവണി സെറ്റിനാണ് കൊണ്ടുവന്നത്. പിന്നെ ഓൾ പ്ലേറ്റ് മാറ്റി പിടിച്ചു. ഈ ധാവണി വേണ്ടയ്ക്ക് വേറെ ഒരു അനാർക്കലി മോഡലിൽ ഒരു ചുരിദാർ അടിച്ചുകൊണ്ടാന്നും പറഞ്ഞിട്ട് തന്നതാണ്. അങ്ങനെ ഇതാക്കണം ഞാൻ കുത്തിയിരുന്ന് അടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാട്ടോ. രാത്രി തന്നെ വെട്ടിയിട്ട് അതിൻ്റെ പകുതി മുക്കാൽ ഭാഗം ഞാൻ അപ്പം തന്നെ ഇരുന്ന് അടിച്ചിട്ടു. എനിക്കിങ്ങനെ വെട്ടി കഴിഞ്ഞാൽ അത് അടിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു മസ്റ്റുള്ള കാര്യമാണ്. വെട്ടിയത് പിന്നെ അത് അടിക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ കടന്നുകൊണ്ട് നിൽക്കും. ചൂടാറി ഇങ്ങനെ അങ്ങനെ കടന്നുകൊണ്ട് നിന്നാലും വലിയ വിഷയമല്ല. പക്ഷേ വെട്ടി കഴിഞ്ഞാൽ അത് അപ്പം അടിച്ചു കൊടുക്കണ്ട, അത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ രാത്രി കുത്തിയിരുന്ന് ഇതൊക്കെ ഇങ്ങനെയാണ്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നെക്ക് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഏത് നെക്ക് വേണമെന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ കുറേ വീഡിയോ ഇട്ട് കൊടുത്ത് ഏതൊക്കെ വേണ്ടേ ചോദിച്ചാൽ അപ്പോൾ അതാണ് സെലക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അതൊക്കെ കണ്ട് അടിച്ചു കൊടുത്തിട്ട് ഓളും തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു നെക്കൊക്കെ ഇട്ടിട്ട് പോണത്. അപ്പോൾ അങ്ങനെ ആ ഒരു അടിക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്തിടണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു എംബ്രോയിഡറൊക്കെ ചെയ്യുന്ന ആ ഒരു ശീലത്തിൽ നിന്ന് കുറച്ച് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു പരിപാടിയിലാണ് കുറച്ച് ചെറിയൊരു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട്. എംബ്രോയിഡറി ചെയ്ത് വെച്ച് കൊടുത്താൽ ഒരു ചെറിയതായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മളൊരു കയ്യൊപ്പും എല്ലാത്തിലും ആണ് കേട്ടോ. അതിലൊരു നിർബന്ധമാണ് എനിക്ക്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതാക്കണം. ഇവിടെ സിൽക്കിൻ്റെ നൂല് ഇതാക്കണമെങ്കിൽ ചുറ്റിച്ച് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ റിസ്ക് ഇല്ലാത്ത പണീനോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അടിഭാഗത്ത് കൂടെ ഞാൻ വെച്ചിട്ട് ഇന്നലെ രാത്രി കുഞ്ഞാറ്റിനെ പഠിക്കാൻ ഇരുത്തിയപ്പം അതങ്ങനെ ഇരുന്ന് തുന്നി അത് തീർത്തു. ഇനിയിപ്പം ബാക്കിയില്ല ആ ഒരു നെക്കിൻ്റെ ഭാഗം കൂടി ഉണ്ട്, അതിൽ തുന്നാനുള്ളൊരു പരിപാടിയാണ്. ഈ നേരം ഇതാക്കുന്ന കുഞ്ഞാറ്റ അവിടെ ഇരുന്ന് ചായ കുടിക്കലും ഓള് സ്കൂൾക്ക് പോകാൻ ഒരുങ്ങലും അങ്ങനത്തെ പരിപാടികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഓലൊക്കെ വലിയ കുട്ടികളല്ലേ, അപ്പം നമുക്ക് അങ്ങനെയായിട്ട് വലിയതായിട്ട് ശ്രദ്ധ കൊടുക്കണ്ട. പഠിപ്പൊക്കെ മാത്രം ശ്രദ്ധ കൊടുത്താൽ മതി. അല്ലാതെ ഓലെ മേക്കപ്പോ കാര്യങ്ങളൊന്നും ആ ഭാഗത്തും അവിടെ നമ്മൾ പോകുക തന്നെ വേണ്ടല്ലോ. അങ്ങനെ അത് എടുക്കട്ടെ, ഞാൻ എൻ്റെ പണി എടുക്കാൻ പോകട്ടെ. നമുക്ക് ആ ഒരു നമുക്ക് ആ ഒരു ശ്രദ്ധ വന്നാൽ പിന്നെ അത് അങ്ങോട്ട് പൂർത്തിയാക്കുക എന്നുള്ളത്, എങ്ങനെയെങ്കിലും അതൊരു പൂർത്തിയാക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാട്ടോ. ഇനി എന്ത് വന്നാലും വേണ്ടില്ല, അതാണ് പൂർത്തിയാക്കിയാൽ നമുക്കൊരു സമാധാനമാണ്.
അങ്ങനെ ഇതാക്കണം ഞാൻ ഊര പിടിച്ചാണ്ട് ഇതാക്കണം ഭയങ്കരമായിട്ട് തുന്നല രാവിലെ തന്നെ ചായ കുടിച്ചിട്ടാണ്ട് ഇരുന്നതാണ് തുന്നാനായിട്ട് പൂക്കളായിട്ടും കൈകളായിട്ടും തുന്നി പിടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വലിയ റിസ്ക്കില്ല പരിപാടികളൊന്നുമില്ല. കുറേ സൈഡിൽ നമ്മൾ എടുത്തിട്ട് ഒരു കൊല്ലമൊക്കെ ആയി തോന്നുന്നു നമ്മൾ പഠിച്ചിട്ട് മറന്നു പോയിട്ട്. ഇപ്പോൾ പൊടി തട്ടി എടുത്ത് വരികയാണ്. ഇതിൻ്റെ ഇടയിൽ ഓളെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ നല്ല ഉഷാറായിട്ട് തന്നെ ഓളെ പണിയെടുത്ത് മുടി കെട്ടലും കണ്ണെഴുതലും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പാത്രം വെള്ളമാക്കി കൊടുത്താൽ മതി ഓക്ക് പോകാനായിട്ട്. അപ്പോൾ അതാക്കി മുൻകൂട്ടി ആക്കി വെച്ചിട്ട് ഇന്നെ വിളിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ആക്കി വെച്ചെന്ന് കേട്ടോ. ഇനിയിപ്പോൾ അതിനായിട്ടൊരു ശല്യമാകണ്ടല്ലോ. അപ്പോൾ ഒരു പണിക്ക് തിരിഞ്ഞാൽ പിന്നെ അതാണ് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അപ്പോൾ ഓള് പോകാനായപ്പോൾ ഇതൊക്കെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കുഞ്ഞു മൊട്ട് പോലെയാണ് ആ ഒരു പൂവ് ചെയ്തെടുത്തത്. അപ്പോൾ ഓള് പോകുകയാണ്. ഇനിയിപ്പോൾ ഓളെ ബാക്കിൽ ഞാൻ കൊടി പിടിച്ച് പോകണില്ല. ഇന്നിപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകണില്ല എന്നാണ് തീരുമാനിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പണിയും കൂടി ഉണ്ട്. അതിന്മേൽ മുത്തും കല്ലും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാണ്ട്, പിന്നെ അതിൻ്റെ താഴ്ഭാഗമൊക്കെ പിടിപ്പിക്കാണ്ട്, കൈ പിടിപ്പിക്കാണ്ട്, അങ്ങനത്തെ ഒരുപാട് പണികളുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഓൾപ്പം പോകണില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അംഗനവാടി കയറി ടീച്ചറോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ പോരുള്ളൂ. ഇന്നിപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകണില്ല. ഇതിപ്പോൾ ഇതിനായിട്ടാണ് തിരിഞ്ഞേക്കുക ഞാൻ. അപ്പോൾ അങ്ങനെ ഓള് പോയിട്ടുണ്ട്. ഓളെ പോയ ബാക്കിൽ തന്നെ ഇനിയിപ്പോൾ ഞാൻ നീച്ചിട്ട് അകടിച്ചു വരാനും കറി ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് മൂപ്പർക്ക് പണിയില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ഒരു അമ്മമ്മ മരിച്ചുകൊണ്ട് തന്നെ ഇന്ന് പണിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കറിയും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാക്കും വേണം. ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് ആ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ ആ ഒരു പ്രശ്നം വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അകത്തത്തെ ആ ഒരു പരിപാടികളോടൊന്നും എടുത്തില്ല. പിന്നെ എടുക്കുന്ന വീഡിയോ ഇങ്ങനെ കളഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ മുറ്റത്തത് കുറച്ച് അടിച്ചു വാരാണ്ടായിരുന്നിട്ട് കുറച്ച് വെട്ടുകഷ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് കത്തിച്ച് അങ്ങനെ അടിച്ചു വാരി എപ്പോഴാണ് കുറച്ച് ചിക്കനും കൊണ്ട് വന്നത്. അപ്പം ഞാൻ അതാണ് അടുപ്പത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചു അതാണ്ട് വെച്ചിട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. കുറച്ച് തോനെ നമ്മൾ വാങ്ങുള്ളൂ കേട്ടോ. അതിക്ക് ഇതാക്കണം ഓരി വെച്ച് അല്ലെങ്കിൽ എൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ ഇസ്കി പിസ്കിയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കലുള്ളൂ. ഇന്നിപ്പോൾ ഈ ഒരു കുഞ്ഞിച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഇത്തിരി ഇതാക്കണം കണ്ണനൊക്കെ ഉള്ളതല്ലേ ഒന്ന് പൊരിക്കാനും വേണ്ടിയിട്ട് ഒന്ന് മുളക് കൂട്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി പൊരിച്ചെടുത്താലൊരു സമാധാനമാണ്. അപ്പോൾ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് കുറേ ആയി. അപ്പം അതൊന്നും അങ്ങനെ പൊരിച്ചൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ രസമാണല്ലോ ചിക്കൻ പൊരിച്ചതൊക്കെ തിന്നാനായിട്ട് രസം തന്നെയാണ്. പക്ഷെ നമുക്കിപ്പം വയസ്സും പ്രായമൊക്കെ കയറി വരികയല്ലേ. അപ്പോൾ കുറച്ച് തീറ്റയൊക്കെ കമ്മിയാക്കാമെന്ന് വിചാരിച്ച് ആ ഒരു ചിന്ത വരൽ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വയസ്സും പ്രായമൊക്കെ കയറി വരല്ലേ. കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ അന്ന് വേണ്ട ഒരുവിധ സൂക്കടൊക്കെ ഇതാക്കണമെങ്കിൽ നമ്മളെ തേടി വരേണ്ട കാലമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാക്കണ തീറ്റക്കും തൊള്ളക്കൊക്കെ കുറച്ച് അടക്കം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ എൻ്റെ ആ ഒരു ചിക്കൻ പൊരിയിലാണ് കിടക്കുകയാണ്. കുറച്ച് എരി കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് മറ്റേ മുളകും പൊടി ഇത്തിരി കൂടുതലായിരുന്നു കേട്ടോ. നല്ല കളർ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു സംഭവത്തിൽ. കൃത്യം 1 മണിയായപ്പോൾ തന്നെ നമ്മൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. അതൊരു നിർബന്ധമല്ല കാര്യമാണ്. 1 മണിയാകുമ്പോൾ ചോറ് വിളമ്പുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ വേഗം ചോറൊക്കെ വിളമ്പി ഒരു കുടുക്കയോടെ തന്നെ നമ്മൾ മേശമ്മ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2ാം വട്ടം ഇതാക്കണം അങ്ങോട്ട് പോകാൻ വെച്ചാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ചിക്കനും കറിയായിട്ട് കറി ഇതാക്കണം നല്ല കളറുണ്ട് കേട്ടോ. അതിലും ഇത്തിരി എരി കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്. വിഷയമല്ല. അപ്പോൾ അത് ഞങ്ങൾ നല്ല ഉഷാറായിട്ടാണ് തട്ടാന്നുള്ള ഇതിലാണ്. അപ്പം ഈ ഒരു പാർട്സ് ഇങ്ങനെ വറുത്തുണ്ടല്ലോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് നല്ല തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചോറീറ്റി കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് ബാക്കി കാര്യങ്ങളും അടിക്കാണ്ടല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ബാക്കിയും കൂടി അടിക്കട്ടെ കേട്ടോ. അപ്പോൾ കൈ ഇതാക്കണം കുറച്ചും കൂടി നെറ്റ് ഇതാക്കണം വെച്ച് നീട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ് അടിയൊക്കെ മടക്കി അടിച്ച് സെറ്റപ്പാക്കി. ഇനിയിപ്പോൾ കുറച്ച് മുത്തും കല്ലുകളൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാണ്ട് എന്നാലാണ് ഇതൊന്നും പൂർത്തീകരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ മുത്തൊക്കെ ഇതാക്കണം കുറച്ച് നാൾ വാങ്ങി വെച്ചത് എന്നിട്ട് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു പരിപാടിക്ക് കിടക്കുകയാണ്. ഇനി വിശ്രമിച്ചാൽ ചിലപ്പോൾ ഉറക്കം വരലാവും. വെള്ളം നിറച്ച് ചോറ് തിന്നാൽ പിന്നെ ഓരോ ഉറക്കം വരൽ പതിവാണല്ലോ. ഉറക്കം കണ്ണില്ലേ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇതാണ് ചെയ്ത് തീർക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ഈ ഒരു മുത്ത് വെക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി എടുത്ത് കാണുന്നുള്ളൂ. നമ്മൾ എന്ത് പണി എടുക്കുമ്പോഴും ഇതാക്കണം അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് ആടാക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ മുത്ത് പിടിപ്പിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. വേഗം ആ ഒരു പശ ഇതാക്കണം തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു തീർന്നു പോയിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളെ പണികളൊക്കെ പാളിപ്പോകുക എന്നുള്ളൊരു ചിന്താഗതിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തിരി പശ ഉണ്ട് അതും കൊണ്ട് ഒട്ടിച്ചെടുക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ ഇസ്കി നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്തേക്കണോണ്ടും തന്നെ ഇതൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയതൊന്നുമില്ല. ചറ പറന്നും പറഞ്ഞിട്ട് മുത്തൊട്ടിക്കുന്ന പണിയാണ് കേട്ടോ. വേഗം കൊണ്ട് ഒട്ടിച്ച് വെച്ചാൽ അതൊരു സമാധാനമാണല്ലോ. ബാക്കിയുള്ള പണികളൊന്നും ഇല്ലത് മടക്കി വെച്ചാൽ വേഗം ഒരു സമാധാനമുണ്ട്. വലിയൊരു സമാധാനമാണത്. അപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു മനസ്സിലൊരു കരടായിട്ട് ഇങ്ങനെ നിൽക്കും. അതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കലേ കാരം. അതുകൊണ്ട് ആ ഒരു പണി എടുത്ത് തീർക്കട്ടെ ഞാൻ. 2 മുത്തുട്ടോ. ചില കുറച്ച് വലിയ ഒരു ഹോളില്ല ഭാഗത്ത് ഞാൻ 3 മുത്തും അല്ലാത്തടത്ത് 2 മുത്തുമാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കണക്കും കാര്യങ്ങളും പണ്ടേ നമുക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇതാക്കണം. കണക്കിലും കാര്യത്തിലൊന്നും വലിയ കഥ അല്ല.
അങ്ങനെ എന്താക്കണ് ആ അടിഭാഗത്തോട് 2 മുത്തും മേലെ ഭാഗത്തുകൂടി ഞാൻ 3 മുത്തും കൂടി കുത്തിയാണ്ട് ഇതാണ്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കഴുത്തുള്ളത്. പേപ്പർ വെച്ചത് എന്തിനു വെച്ചാൽ അഥവാ എങ്ങാനും ഒട്ടിപ്പോയാലോ അത് വിചാരിച്ചിട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ആക്കി എടുത്തത്. ഇനിയിപ്പോൾ ഇട്ടിട്ട് ഓള് ഫോട്ടോ അയച്ച് തരികയാണെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എന്താക്കണേ ഞാൻ നമ്മൾ ഫൈനൽ ഈ ഒരു അനാർക്കലി മോഡൽ ചുരിദാർ ഇതാക്കണം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇത് കൈ കുറവാണോ എന്ന് വിചാരിച്ചിട്ട് നെറ്റ് വെച്ചതാണ്, അല്ലെങ്കിൽ ഓൾ അത് എടുത്ത് കളഞ്ഞോളും. പിന്നെ നമ്മൾ നെക്ക് ഇതാണ് ഇങ്ങനെയാണ് പിടിപ്പിച്ചിട്ടുള്ളത്. റോസ് ഷാളും പാൻറ്റുമാണ് ഇതൊക്കെ പെയർ ചെയ്യാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റോസ് പൂവ്. പിന്നെ നമുക്ക് ഈ ബൊമ്മയും കാര്യങ്ങളും ഡിസ്പ്ലേയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ഇതാക്കണത് നമ്മളാ ഫാൻ ഉണ്ടല്ലോ കൊലൈമൽ ഫാനിൻ്റെ ആ ഒരു സുനയുണ്ട്, ആ സുനമ്മലാണ് ഇത് വന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത്. എങ്ങനെയായാലും സംഗതി നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയല്ലോ, അതന്നെ ധാരാളം. തൊട്ടി കിടക്കണ കുട്ടികൾ ഇതാക്കണ നീക്കുമ്പോണ്ടല്ലേ അമ്മ എന്ന് പറഞ്ഞിട്ട് കരച്ചില്. അതേപോലെയാണ് മൂപ്പര് ഉറങ്ങി നീച്ചാലിട്ടല്ലോ ഭയങ്കരം ചായ എന്ന് പറഞ്ഞിട്ടൊരു കരച്ചിലാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ചായ വെക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇതാക്കണ മൂത്ത കുറച്ച് കമ്പങ്ങളുണ്ട്, ആ ഒരു കമ്പം പുഴുങ്ങി വെച്ചാൽ അതും കൂട്ടി ചായ കുടിക്കാമല്ലോ എന്നല്ല ഇതിലാട്ടോ. അപ്പോൾ പയർ കഴിഞ്ഞുകൊണ്ട് തന്നെ പയർക്ക് പോകാത്തതുകൊണ്ട് ഇതൊക്കെ അകപ്പാടെ മൂത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിളിയാളും തത്തയും കാര്യങ്ങളൊക്കെ തിന്നും പോയി. അപ്പോൾ കുക്കറിലിട്ടാണ്ട് വേവിച്ചെടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ കുക്കറിലിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് 2-3 വിസിൽ ആണ് കുക്കിച്ചാലുണ്ടല്ലോ ഒരു സമാധാനമായി അത്. പിന്നെ എങ്ങനെ ഉള്ളിപ്പൊറുക്കി തിന്നോളും. നല്ല പണിയുണ്ട് കേട്ടോ, നല്ല ആ ഒരു പല്ലിന് നല്ല പണി കൊടുക്കാനായിട്ടാണ് മൂത്തതാണ് ഞാൻ വേവിച്ചെടുക്കണത്. ഇതിൻ്റെ ഇടയിലാണ് മൂപ്പര് പറഞ്ഞത് ഞാനിതാക്കണം വെള്ളരീൻ്റെ പൈസ വാങ്ങാൻ മഞ്ചേരിക്ക് പോകാണ്, ഇജ്ജ് പോരണോ എന്നുള്ളത്. അപ്പോൾ ഇന്നെ എവിടേക്കെങ്കിലും വിളിച്ചെങ്കിൽ ചാടി പുറപ്പെടുകയെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നു ഞാൻ. അപ്പം ഇങ്ങനെ പോകാൻ നിന്നപ്പോഴാണ് ചുരിദാറാണ് ഇവിടെ ഒന്നും ഒരു സുഖമില്ല കേട്ടോ, ഒക്കെ പഴയതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് അതാകണം ഒരു ഷാള് ഇത് അലമാരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഇതിനോട് എന്തെങ്കിലും കൊണ്ട് അടിച്ചെടുക്കുക പോണ പോക്കിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഏതായാലും ഞാൻ അടിക്കാൻ നിൽക്കുകയാണ്, നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. ഒരു ഷാളാണ് കേട്ടോ, ഒരു കുഞ്ഞി ഷാളാണ്, കോട്ടൻ്റെ ഷാളാണ്, 2 ഭാഗം ഉണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു കഫ്താൻ മോഡൽ കഫ്താൻ തോന്നുന്നുണ്ട് പറയുന്നത് കേട്ടോ. ആകെ 3 സ്റ്റിച്ച് ഇതിന് വരുന്നുള്ളൂ, 2 സൈഡ് കൂടി പിന്നെ നെക്കും കൂടി അടിച്ചാൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് പരിപാടി കഴിഞ്ഞ് പിന്നെ 3 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്നില്ല പരിപാടിയെന്ന്. അങ്ങനെ ഇങ്ങനെ ജീൻസൊക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പ് പോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിന് ഫുൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മഞ്ചേരിയിലൊക്കെ ഒന്ന് പോയി വരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചുരിദാർ ഏതൊരു ചെറിയ കുട്ടികൾക്കും അടിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അടിക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഇട്ടാൽ മതി, വേറെ ഏതെങ്കിലും ഷാൾ തപ്പിപ്പിടിച്ചാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് മഞ്ചേരി പോയി വരട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്തോളൂ. ഞാൻ നാളെ വരാൻ. ടാറ്റ ബൈ ബൈ, സീ യു.